പ്രവചന താത്തയും കുടുങ്ങിയ ഉദ്യോഗസ്ഥനും. ഒടുവിൽ പൊളിഞ്ഞത് സത്യമാണ്. വ്യൂസിനായി തീ കൊളുത്തുമ്പോൾ കത്തുന്നത് ആരുടെ ജീവിതം? ഒരു എയർപോർട്ട് റോൾഡ് ഗോൾഡ് കഥ. താത്തയുടെ മാസ്റ്റർ പ്ലാൻ. ഫേസ്ബുക്കിലും യൂട്യൂബിലും വ്യൂസ് കൂട്ടാൻ പുതിയൊരൈറ്റവുമായി താത്തയിറങ്ങി. വിമാനത്താവളത്തിലെ കസ്റ്റംസ് ഓഫീസറെ വിളിച്ച് അതീവ രഹസ്യമായി പറഞ്ഞു, സാർ, എന്റെ പ്രവചനം ഒരിക്കലും തെറ്റാറില്ല. ഇന്ന് ഗൾഫിൽ നിന്നെത്തുന്ന ആ 2 സ്ത്രീകൾ സ്വർണ്ണക്കടത്ത് സംഘത്തിലെ പ്രധാനികളാണ്. ദേഹം മുഴുവൻ സ്വർണ്ണമൊളിപ്പിച്ചിരിക്കുമെന്നുവരെ ഉറപ്പിച്ചു പറഞ്ഞു. വിശ്വസിച്ച ഓഫീസർ വലവിരിച്ചു. ബ്രേക്കിംഗ് ന്യൂസ് വരാനിരിക്കുന്ന ആവേശത്തിൽ താത്തയ്ക്കും ഉറക്കമില്ലായിരുന്നു. ആഘോഷിക്കാൻ കാത്തുനിന്ന യൂട്യൂബർമാർ. വിവരം കാട്ടുതീ പോലെ പടർന്നു. എയർപോർട്ടിന് പുറത്ത് ക്യാമറയും മൈക്കും പിടിച്ച് യൂട്യൂബർമാർ നിറഞ്ഞു. രേണു സുതി കുടുങ്ങുമോ? വലിയ സ്വർണ്ണവേട്ട എന്നിങ്ങനെ തമ്പനയിലുകൾ. ലൈവ് സ്ട്രീമുകൾ. കണ്ടന്റിനായി കാത്തിരിക്കുന്ന ആവേശം മാത്രം. വിമാനമിറങ്ങിയ രേണുവിനെയും സജീനയെയും ഓഫീസർ തടഞ്ഞു. ഉറപ്പായ വിവരമുള്ളതിനാൽ വിട്ടുവീഴ്ചയില്ല. മാഗ്നിഫൈങ് ഗ്ലാസ് വരെ ഉപയോഗിച്ച് കർശന പരിശോധന. രേണുവും സജീനയും തമ്മിൽ നോക്കിച്ചിരിക്കുന്നു. ഒടുവിൽ പൊളിഞ്ഞ സത്യം. പത്തരമാറ്റ് സ്വർണമെന്ന് കരുതിയത് വെറും റോൾഡ് ഗോൾഡ്. 1 ഗ്രാം ആഭരണങ്ങൾ മാത്രം. ദേഷ്യത്തോടെ ഓഫീസർ ചോദിച്ചപ്പോൾ ഒരു കുലുക്കവുമില്ലാതെ താത്ത പറഞ്ഞു, സാർ, ഒരു കൈനോട്ടക്കാരൻ പോലെ തന്നെയാണ് എന്റെ കാര്യങ്ങളും. ചിലത് ശരിയാകും, ചിലത് പാളും. എനിക്കും ജീവിക്കണ്ടേ സാർ? ഫേസ്ബുക്കും യൂട്യൂബുമാണ് എന്റെ വഴി. കാണുന്നവർക്ക് ആവേശം വേണം, എനിക്ക് വ്യൂസ് വേണം. അതിനിടയിൽ സത്യമോ മിഥ്യയോ നോക്കാൻ സമയമെവിടെ? ഒടുവിൽ ബോധ്യമായ സത്യം. ഈ വാക്കുകൾ കേട്ട് ഓഫീസർ സ്തബ്ധനായി. ഒരു കണ്ടന്റ് ലാഭത്തിനു വേണ്ടി താത്ത തകർക്കുന്നത് എത്രയോ കുടുംബങ്ങളുടെ സമാധാനമാണ്. പുറത്ത് യൂട്യൂബർമാർ മൈക്കുമായി ഓടിയെത്തുമ്പോൾ ഓഫീസർ തലയിൽ കൈവച്ചു പറഞ്ഞു, ഓ മൈ ഗോഡ്, ആ താത്ത എന്നെയും പറ്റിച്ചു, നിങ്ങളെയും പറ്റിച്ചു, നാടിനെയും പറ്റിച്ചു. ഇഷ്ടമായെങ്കിൽ ഫോളോ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ കരുത്ത്. ഇനിയും ഇത്തരത്തിലുള്ള കഥകളുമായി വീണ്ടും കാണാം. നിയമപരമായ അറിയിപ്പ്. ഈ കഥയും ചിത്രങ്ങളും പൂർണ്ണമായും ഭാവനാസൃഷ്ടിയാണ്. എന്റർടൈൻമെന്റ് പേർപ്പസ് ഓൺലി. യഥാർത്ഥ വ്യക്തികളുമായോ സംഭവങ്ങളുമായോ സാമ്യമുണ്ടെങ്കിൽ അത് യാദൃച്ഛികം മാത്രം. ആരെയും അപകീർത്തിപ്പെടുത്താനുള്ള ഉദ്ദേശമില്ല. എഴുത്ത്: അനിൽ ചന്ദ് ഓച്ചിറ.